13 വർഷത്തിന് ശേഷം കോഴിക്കോട് ലോ കോളേജിലെ ഫ്രണ്ട്സുമായിട്ടൊരു ഗ്യാതറിങ്. അതാണ് ഈ യാത്രയുടെ ഉദ്ദേശം. ഞാനും മോളും തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിന് കയറി. സെയിം ട്രെയിനിൽ തന്നെ എറണാകുളത്തു നിന്നുള്ള അനുവും അതുപോലെ സിമിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കോഴിക്കോട് എത്തിയപ്പോഴാണ് നേരിൽ കണ്ടുമുട്ടിയത്. ഒരുപാട് വർഷത്തിന് ശേഷം കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവരുടെ മുഖത്തുണ്ടായിരുന്നു. ഇനി 3 പേരും കൂടെ വരാനുണ്ട്. ഏതായാലും അവരെ വെയിറ്റ് ചെയ്യാണ്. കോഴിക്കോട് എത്തിയപ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനും അതുപോലെ ബസ്സിലൂടെയുള്ള യാത്രയും ഫുഡും ഒക്കെ കോളേജ് ഓർമ്മയിലേക്ക് കൊണ്ടുപോയി. ഏതായാലും മറ്റുള്ളവർ വരാൻ ഇനിയും ടൈമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫോക്കസ് മാളിലൊന്ന് കയറി ചെറിയ രീതിയിലുള്ള പർച്ചേസിംഗ് ഒക്കെ നടത്തി. ബാക്കിയുള്ളവരൊക്കെ എത്തിക്കഴിഞ്ഞു. മഞ്ചേരിയിൽ നിന്നുള്ള സഫിയ, അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിൽ നിന്നുള്ള ജസ്ന വക്കീൽ എല്ലാവരും കൂടിച്ചേരലിൻ്റെ ആ സന്തോഷത്തിലായിരുന്നു. ഏജ് വെറും നമ്പറാണെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വല്ലാതെ മാറ്റങ്ങളൊന്നും പൊതുവെ ആർക്കും ഫീൽ ചെയ്തിട്ടില്ല. എല്ലാവരും പഴയ പോലെ തന്നെ. വായിച്ചിട്ടും ഫിനിഷ് ചെയ്യാത്ത പുസ്തകം പോലെയായിരുന്നു ഞങ്ങളുടെ സംസാരിച്ചിരുന്ന സമയം പോയതറിഞ്ഞില്ല. എല്ലാവർക്കും വിശപ്പിൻ്റെ കാഹളം മുഴങ്ങിയിട്ടുണ്ട്. ഫോക്കസ് മാളിലുള്ള പാരഗണിൽ കയറിയെങ്കിലും അവിടുത്തെ തിരക്ക് കാരണം അവിടെ നിന്ന് ഇറങ്ങി. റഹ്മത്തിൻ്റെ ബിരിയാണിയെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ള പത്തനംതിട്ടക്കാരി അനുവിന് റഹ്മത്തിലെ ബിരിയാണി തന്നെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് വാശി. ഏതായാലും ഞങ്ങളും ആ ടാസ്ക് ഏറ്റെടുത്ത് റഹ്മത്തിലെത്തി. ക്യൂ നിന്നിട്ടാണെങ്കിലും അനു ടോക്കണൊക്കെ നേടിയെടുത്ത് ബിരിയാണി ഓർഡർ ചെയ്തു. അസ്സൽ ബിരിയാണി. ഏതായാലും കാത്തുനിന്ന സമയവും അതുപോലെ തന്നെ അതിന് കൊടുത്ത ക്യാഷും വേർത്തായി തന്നെ എന്ന് പറയാം. ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഒറ്റ ഒപ്പീനിയനേ ഉണ്ടായിരുന്നുള്ളൂ. SM സ്ട്രീറ്റിലേക്ക് പോവാം. ഞങ്ങൾ ഓട്ടോ കയറി SM സ്ട്രീറ്റിലെത്തി. ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് തന്നെ അവിടെ ആൻറ്റി ഡ്രഗ്സ് പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഒഴിവ് ദിവസങ്ങളിൽ ഗ്രൂപ്പായി SM സ്ട്രീറ്റിൽ വരിക എന്നുള്ളതായിരുന്നു പ്രധാന ഹോബി. പതിവ് പോലെ തന്നെ ഗ്രൂപ്പായി വന്നെങ്കിലും ഓരോരുത്തരും ഓരോ വഴിക്ക് പോയിട്ടുണ്ട്. 6 പേരും ചിന്നിച്ചിതറി. മിഠായിത്തെരുവ് പഴയ മിഠായിത്തെരുവ് തന്നെ, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പക്ഷേ മാറ്റമുള്ളത് ഒന്നിന് മാത്രമായിരുന്നു, വിലയിൽ. 100 റുപ്പീസിനുണ്ടായിരുന്ന ടോപ്പും ചെരുപ്പും ഒക്കെ ഇപ്പോൾ 250, 500 എന്നീ റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ട്. SM സ്ട്രീറ്റിലൂടെയുള്ള കറക്കത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. നെക്സ്റ്റ് ഇനി ലക്ഷ്യം റെയിൽവേ സ്റ്റേഷനാണ്. കൊച്ചിക്കാരും ഷൊർണൂരുകാരും അതുപോലെ തിരൂരുകാരിയായ ഞാനും എല്ലാവരും ഒരേ ട്രെയിനിന് ടിക്കറ്റ് എടുത്തു. അങ്ങനെ മൊഞ്ചുള്ള കോഴിക്കോടിനോട് ഞങ്ങൾ വിട പറയാണ്. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ. ഏതായാലും മനസ്സിൻ്റെ പുസ്തകത്തിൽ ഈ ഗ്യാതറിങ്ങും നല്ല ഒരു ഓർമ്മയായി അവസാനിച്ചു.